തൃശ്ശൂരിൽ നടത്തിയ മാധ്യമപ്രവർത്തകരെ കണ്ട സമയത്ത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മിക്കാൻ സർക്കാർ തീരുമാനമെടുത്തു. പക്ഷേ മുൻ വടക്കാഞ്ചേരി MLA അനിൽ അക്കര നൽകിയ കേസുമായി ബന്ധപ്പെട്ട് അതിനകത്തൊരു നിയമക്കുരുക്കുണ്ട്. ആ നിയമക്കുരുക്കിന്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഈ ഫ്ളാറ്റ് നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഒരു നിയമസഭാ അംഗം, അതിനേക്കാൾ ഉപരിയായി കേരള മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിലുള്ള, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതലയുള്ള, ലൈഫ് മിഷന്റെ വൈസ് ചെയർമാൻ കൂടിയായ തൃത്താല MLA ഏത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നുകിൽ അദ്ദേഹത്തിന് തന്റെ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലൈഫ് മിഷൻ വടക്കാഞ്ചേരി ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അത് വസ്തുതകൾ മനസ്സിലാക്കിയതേയല്ല. അദ്ദേഹം 2 തവണ നിയമസഭയിൽ വടക്കാഞ്ചേരിയിലെ നിലവിലുള്ള MLAക്ക് നൽകിയ സബ്മിഷന്റെ മറുപടി അതിനകത്ത് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. പിന്നീട് വീണ്ടും അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇത്തരത്തിലുള്ള ചില വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലം മുമ്പ് ഇതേ ചോദ്യം ചോദിച്ചപ്പോ അന്ന് ഇതിനെതിരെ പരാതി കൊടുത്ത വടക്കാഞ്ചേരിയിലെ മുൻ MLA തോറ്റ് വീട്ടിലിരിക്കുകയാണ് എന്ന് കളിയാക്കി അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തുകയുണ്ടായി. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും വിജയിക്കുകയും ഒക്കെ സാധാരണയാണ്. സ്ഥിരമായി ജയിക്കുന്ന ഒരാളാണ് രാജേഷ് എങ്കിൽ പറഞ്ഞെങ്കിൽ അത് മനസ്സിലാക്കാം. അദ്ദേഹം പാലക്കാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടാണ് തൃത്താലയിൽ പിന്നീട് ജയിച്ച് MLA ആയത്. അത് അദ്ദേഹം ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് മറുപടി പറയാൻ വരുമ്പോ, അന്ന് 2021 എന്നെ തോൽപ്പിച്ച ആളുകൾ എന്നെ വീണ്ടും ജയിപ്പിച്ച് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമായ അടാട്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കസേരയിൽ ഇരുത്തിയതിനു ശേഷമാണ് ഞാൻ രാജേഷിന് മറുപടി പറയുന്നത്. അപ്പോ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അനിലക്കരയല്ല രാജേഷിന് മറുപടി പറയുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ വകുപ്പിലെ, അദ്ദേഹത്തിന്റെ ചുമതലയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് 73-74 അമെന്റ്മെന്റുകളുടെ ഭാഗമായി ഭരണഘടനാ പരിരക്ഷയുള്ള അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയ അനിലക്കരയാണ് രാജേഷ് മറുപടി പറയുന്നത്. ഇത് കാവ്യനീതിയാണ്. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് പ്രകൃതി തന്നെ നൽകുന്ന മറുപടിയാണ്. എനിക്ക് 5 വർഷക്കാലം ഒരു ജനപ്രതിനിധിയായി തുടരാനുള്ള യോഗ്യതയുണ്ട്. ഈ പറയുന്ന MP രാജേഷിന് ഈ പറഞ്ഞ കണക്ക് ശരിയാണെങ്കിൽ 100 ദിവസത്തിൽ കൂടുതൽ ജനപ്രതിനിധിയായി തുടരാനുള്ള യോഗ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ 100 വർഷത്തെ കാലാവധി കണക്കാക്കി വേണം അദ്ദേഹം ഈ വിഷയങ്ങളിൽ മറുപടി പറയാൻ. അദ്ദേഹം പറഞ്ഞത്, ഞാൻ നൽകിയ കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിയമക്കുരുക്ക് എന്നാണ് പറഞ്ഞത്. എന്റെ ഒറ്റ ചോദ്യം ഇതാണ്, ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമക്കുരുക്കുള്ളത്? ഞാൻ രാജേഷിനെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രസ് ക്ലബിൽ അപ്പുറത്തും ഇപ്പുറത്തിരുന്ന് നമുക്ക് സംവാദം നടത്താം. ഞാൻ നൽകിയ ഏതെങ്കിലും കേസിന്റെ അടിസ്ഥാനത്തിലാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് മുടങ്ങിക്കിടക്കുന്നതെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്ന സമയത്ത് ആ കേസ് പിൻവലിച്ച് മാപ്പ് പറയാനും ആ കേസ് പിൻവലിക്കാനും ഞാൻ തയ്യാറാണ്. MP രാജേഷ് എന്ന് പറയുന്ന കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇന്നലെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, വടക്കാഞ്ചേരിയിലെ മുൻ UDF MLA ആയ ഞാനും ഇപ്പോഴത്തെ അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമായ അനിലക്കര നൽകിയ ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ നിയമക്കുരുക്കിൽ കെടുക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയ ആ കേസ് ഞാൻ ഇവിടെ വെച്ച് വിഡ്രോ ചെയ്യാൻ തയ്യാറാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാണ്. അതല്ലെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുത്ത അദ്ദേഹം ഇവിടെ വെച്ച് തന്നെ മാപ്പ് പറയും. രാജേഷ് നടത്തിയ ഈ 5 വർഷക്കാലം നടത്തിയ പ്രവർത്തനം എല്ലാവർക്കും അറിയാം. എലപ്പള്ളി പഞ്ചായത്തിൽ ഓയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് പാർട്ടിയുടെയും അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെയും അനുവാദമില്ലാതെ ഓയാസിസ് കമ്പനിയുടെ വക്താവായി അവിടെ ഒരു കമ്പനിക്ക് അനുമതി കൊടുത്തു. അത് കേരള ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായി ആ പ്രൊജക്ടിന് നൽകിയ തത്വത്തിലുള്ള അനുമതി കേരള ഹൈക്കോടതി റദ്ദാക്കി. അതിനു മേടിച്ച കമ്മീഷൻ മടക്കി കൊടുത്തിട്ടാണോ ഈ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട ആരോപണത്തിലേക്ക് പോകുന്നെങ്കിൽ അതിനുകൂടി മറുപടി പറയേണ്ടതായിട്ടുണ്ട്.
വടക്കാഞ്ചേരി പിന്നെ എലപ്പള്ളിയിലെ ഫ്ലാറ്റ് ഞങ്ങൾ കൊടുത്ത നിയമക്കുരുക്കിന്റെ അടിസ്ഥാനത്തിലാണോ തത്വത്തിലുള്ള അംഗീകാരം റദ്ദാക്കിയത്? തത്വത്തിലുള്ള അംഗീകാരം റദ്ദാക്കിയത് രാജേഷിന്റെ വകുപ്പിന്റെ കൂടി പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അത് ആ രാജേഷ് വ്യക്തമാക്കണം. ഈ പറയുന്ന വ്യക്തിപരമായി പോകുന്ന ചില വിഷയങ്ങളുണ്ട്. അദ്ദേഹം ഇത് നിയമപരമായി എന്റെ പേരിൽ വ്യക്തിപരമായി ആരോപിക്കുകയാണ്. എന്റെ രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായി സുതാര്യമാണ്. രാഷ്ട്രീയ പ്രവർത്തനമല്ല, വ്യക്തി ജീവിതവും സുതാര്യമാണ്. എന്റെ ഭാര്യ PSC ജോലി റാങ്ക് ലിസ്റ്റിൽ വന്ന് KS എഞ്ചിനീയറായ ആളാണ്. അതേ സുതാര്യതയിൽ രാജേഷിനെ ജീവിത രീതിയുമായി ബന്ധപ്പെടുത്തി പറയാൻ കഴിയും? എന്റെ ഭാര്യ PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ജോലിക്ക് വന്ന ആളാണ്. പിന്നെ KS ജോലിക്കായ ആളാണ്. രാജേഷിന് അങ്ങനെ പൂർണ്ണമായി അങ്ങനെ പറയാൻ കഴിയും? അപ്പൊ രാജേഷ് വ്യക്തിപരമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മന്ത്രിയായിരുന്നു പറയുമ്പോൾ വസ്തുതകൾക്ക് അടിസ്ഥാനമായി പറയാം. ഇത് കുറെ കാലമായി, കഴിഞ്ഞ 9 വർഷമായി തുടരുകയാണ്. എന്താണ് ഇതിന്റെ നിജസ്ഥിതി? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വടക്കാഞ്ചേരി ഫ്ളാറ്റിൽ എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും കേസ് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ടോ? എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ഏതെങ്കിലും ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ ആ ഫ്ളാറ്റ് നിർമ്മാണം നിർത്തണം എന്ന് ഏതെങ്കിലും കോടതിയിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ഏതെങ്കിലും പരാതിയിൽ ഫ്ളാറ്റ് നിർമ്മാണം നടത്തരുത് എന്ന് ഞാൻ പറഞ്ഞ ഏതെങ്കിലും പരാതിയുണ്ടോ? അതുപോട്ടെ, ഞാൻ ഏത് കേസാണ് കൊടുത്തത് എന്ന് പിന്നെ രാജേഷ് പറയണം. ആദ്യത്തെ കേസ് ഏതാണ്? NIA എടുത്ത കേസാണ്. സ്വപ്ന സുരേഷിന്റെ പിന്നെ നയതന്ത്ര ബാങ്കുമായി ബന്ധപ്പെട്ട കേസിൽ പണം പിന്നെ സ്വർണം കണ്ടുകെട്ടിയപ്പോ ലോക്കർ പിന്നെ പരിശോധിച്ചപ്പോ അതിനകത്ത് കിട്ടിയ 1 കോടി രൂപയുടെ വിഷയമാണ്. അത് NIA രജിസ്റ്റർ ചെയ്ത കേസാണ്. അത് അനിലക്കരയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസല്ല. ആ NIA എടുത്ത കേസിന്റെ ഭാഗമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ലൈഫ് മിഷൻ വടക്കാഞ്ചേരി കോളേജുമായി ബന്ധപ്പെട്ട് സന്തോഷ് ഈപ്പിനെതിരെ എടുത്ത കേസ് എടുത്തത് ശിവശങ്കരനായി എടുത്ത കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. അത് NIA എടുത്ത കേസിനെ ആസ്പദമായിട്ടാണ്. കസ്റ്റംസ് സന്തോഷ് ഈപ്പിനെതിരെ എടുത്ത കേസ് ഈ കരവന ആക്സസ് ബാങ്കിൽ നിന്നും ഡോളർ കടത്തിയതുമായി ബന്ധപ്പെടുത്ത കേസാണ് 3ാമത്തെ കേസ് എന്ന് പറയുന്നത്. പിന്നെ ഡയറക്റ്റ് ആയി വടക്കാഞ്ചേരി ലൈഫ് മിഷൻ വിഷയത്തിൽ അഴിമതി നടന്നു എന്ന് പറഞ്ഞതാരാണ്? അനിലക്കരയല്ല. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ പറയുന്ന NIAയുടെ കേസ്, EDയുടെ കേസ്, കസ്റ്റംസിന്റെ കേസ്, വിജിലൻസിന്റെ കേസ് ഒന്നിലും എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലല്ല, സർക്കാർ പരാതികളാണ്, അല്ലെങ്കിൽ വകുപ്പുകളുടെ പരാതിയാണ്. എന്റെ പരാതി എന്താണ്? ഈ 4 കേസുകൾ വന്ന സമയത്ത് ഇവിടെ FCRയുടെ ലംഘനം നടത്തി ഈ പറയുന്ന പിന്നെ UAE റെഡ്കസിന്റെ പണം വലിച്ചു മാറ്റാൻ വന്ന സന്തോഷ് ഈപ്പനും അന്നത്തെ ലൈഫ് മിഷന്റെ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെയുള്ള ആളുകൾ UAE കോൺസുലേറ്റ് ജനറലിനെയും അവരുടെ ഫിനാൻസ് ഓഫീസറെയും സഹായിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി അവർ രാജ്യം വിട്ടപ്പോ അനധികൃതമായി രാജ്യം വിട്ടപ്പോ ആ ഏജൻസിയെ പിടിക്കാൻ ഈ പറഞ്ഞ കേരളത്തിലെ വിജിലൻസിന് കഴിയില്ല എന്നുള്ളതുകൊണ്ട് FCRയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് ഞാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ CBI കേസ് രജിസ്റ്റർ ചെയ്തു. അത് ഈ നിർമ്മാണവുമായി യാതൊരു ബന്ധവുമില്ല. ആ കേസ് രജിസ്റ്റർ ചെയ്തു. NIAയുടെ കേസ്, EDയുടെ കേസ്, വിജിലൻസിന്റെ കേസ്, CBIയുടെ കേസ്, ഇതൊക്കെ രജിസ്റ്റർ ചെയ്തത് വിവിധ വകുപ്പുകൾ അനുസരിച്ചാണ്. എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലല്ല, സർക്കാരിന്റെ സ്വന്തമായിട്ടുള്ള കേസുകളാണ്. ആ കേസുകൾ വന്ന സമയത്ത് എന്താണ്, സന്തോഷ് ഈപ്പൻ അന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്നു. സന്തോഷ് ഈപ്പൻ CBI കേസ് വന്നപ്പോഴും നിർമ്മാണ പ്രവർത്തനം നിർത്തിയിരുന്നില്ല. UAE കോൺസുലേറ്റ് കൊടുത്ത പണം കഴിഞ്ഞപ്പോഴും UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ കോൺസുലേറ്റ് പൂട്ടിയപ്പോഴാണ് സന്തോഷ് ഈപ്പൻ വടക്കാഞ്ചേരി ഫ്ളാറ്റിന്റെ നിർമ്മാണം നിർത്തിയതിന്റെ കത്ത് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തത്. അപ്പൊ ഇതും വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റുമായി ഇത് രണ്ട് ഭാഗമുണ്ട് ഇതിനകത്ത് കൂട്ടി നോക്കുമ്പോൾ. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2017 എന്റെ കൂടി അഭ്യർത്ഥനയുടെ ഭാഗമായി എന്റെ മണ്ഡലത്തിൽ സംസ്ഥാന ധനകാര്യ വകുപ്പ് അനുവദിച്ച ഫ്ളാറ്റ് 15 കോടിയുടെ ഫ്ളാറ്റാണ്. ആ ഫ്ളാറ്റ് അല്ല ഈ ഫ്ളാറ്റ് എന്ന് പറയുന്നത്. ആ ഫ്ളാറ്റിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഹാബിറ്റാറ്റിന്റെ നേതൃത്വത്തിലാണ്. ആ ഹാബിറ്റാറ്റിനെ ആരാണ് ഒഴിവാക്കിയത്? അവരാണ് എന്റെ 1ാമത്തെ കുറ്റക്കാർ. ഒഴിവാക്കിയത് പിണറായി വിജയനും ശിവശങ്കരനും AC മോദിനും ചേർന്നാണ്. അങ്ങനെയാണ് ഹാബിറ്റാറ്റ് പോകുന്നത്. ഞങ്ങളാരും അറിയാതെയാണ് യൂണിറ്റാക്ക് വരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് എന്ന് പറയുന്നത് സർക്കാരിന്റെ പ്രോജക്റ്റ് ആണ്, യൂണിറ്റാക്കിന്റെ പ്രോജക്റ്റ് അല്ല. യൂണിറ്റാക്കിന്റെ പ്രോജക്റ്റ് ഈ പറയുന്ന പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്കാണ്. വടക്കാഞ്ചേരിയിൽ അങ്ങനെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകളില്ല. വടക്കാഞ്ചേരിയിലുള്ളത് ഭൂമിയില്ലാത്ത വീടില്ലാത്ത ആളുകളാണ്. അവർക്കുള്ള പ്രോജക്റ്റാണ് സർക്കാർ പ്രോജക്റ്റ്.
ആ സർക്കാർ പ്രോജക്ട് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 2020 എന്റെ പൊതു താല്പര്യ ഹർജി കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ പെൻഡിംഗ് ആയിട്ടുള്ളത്. അത് എന്റെ പൊതു താല്പര്യ ഹർജിയാണ്. ആ ഹർജിയിൽ ഫ്ളാറ്റ് നിർമ്മിക്കണം, വടക്കാഞ്ചേരിക്ക് അനുവദിച്ച 15 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ഫ്ളാറ്റ് നിർമ്മിക്കണം എന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ്. കഴിഞ്ഞ 2020 സമർപ്പിച്ച ഹർജി 2026 ആയിരിക്കുകയാണ്. അതിന് എതിർകക്ഷി സംസ്ഥാന സർക്കാരാണ്. അതിനകത്ത് സർക്കാരിന്റെ ഒറ്റ ഒപ്പീനിയൻ മാത്രം മതി. ഈ ഫ്ളാറ്റ് സർക്കാരിന്റെ പദ്ധതിയായി ഞങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞാൽ ഈ ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ വിഷയം കഴിഞ്ഞ് ഫ്ളാറ്റ് പണിത് അത് കൈമാറാം, ഒരു തർക്കവും കാര്യത്തിലില്ല. അപ്പൊ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷ് ഈ വിഷയം പറയുന്നത്? എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷ് ഈ വിവരം പറയുന്നത്? ഇത് കഴിഞ്ഞ പഞ്ചായത്ത് വർഷം ഇതേ ആരോപണം ഉന്നയിച്ചു CPM ലോക്കൽ ആളുകൾ, മാറി മാറി വരുന്ന ആളുകൾ ഇത് അങ്ങനെ ഉന്നയിച്ചുകൊണ്ട് പോവുകയാണ്. ഇനി എനിക്കത് അങ്ങനെ തമാശ രൂപത്തിൽ എഴുതി തള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി ഇന്ന് പെരാമലം സർക്കിൾ ഇൻസ്പെക്ടർ ഞാൻ ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. MP രാജേഷിനെതിരായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം, അദ്ദേഹത്തെ പിന്നെ നിയമപരമായി ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിന് നടപടികളുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ ഇനി ആളുകളെ ഇത്തരത്തിൽ പറഞ്ഞു പറ്റിക്കാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് രാജേഷ് ചെയ്യേണ്ട കാര്യം ഈ ഫ്ലാറ്റ് എങ്ങനെ പണിയാം, അതിന് ഞാൻ എന്ത് തടസ്സമാണ്, ആ തടസ്സം ഇപ്പുറത്തോ അപ്പുറത്തോ ഇരുന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ച് ആ കുരുക്കഴിച്ച് തരാൻ തയ്യാറാണ്. രാജേഷിന്റെ വകുപ്പ് ഒന്നുകൂടി ശ്രദ്ധിക്കണം. എങ്ങനെയാണ് എലപ്പുള്ളി പഞ്ചായത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ഡ്രീം പ്രോജക്റ്റ്, ആ ഡ്രീം പ്രോജക്റ്റ് ആയ ബ്രൂവറി എങ്ങനെയാണ്, ഏത് നിയമക്കുരുക്കിന്റെ അടിസ്ഥാനത്തിലാണ്, ആരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തത്വത്തിൽ അംഗീകാരം പിന്നെ നൽകിയത്, പിന്നെ റദ്ദ് ചെയ്തത്? അദ്ദേഹത്തിന് വെപ്രാളാണ്. ഈ വടക്കാഞ്ചേരിയിലെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നഷ്ടമുണ്ടായതാക്കാൻ CPM നേതൃത്വത്തിനാണ്. എലപ്പുള്ളിയിൽ CPM നേതൃത്വത്തിനല്ല നഷ്ടമുണ്ടായത്, പാർട്ടിക്കാർ പോലും അറിഞ്ഞിട്ടില്ല. ആ പ്രദേശത്ത് ഞാൻ ആ പ്രദേശത്ത് പോയതാണ്. അവിടെ പേഴ്സണൽ നഷ്ടമുണ്ടായത് രാജേഷിനാണ്. അപ്പൊ സാമ്പത്തികമായി ചില നഷ്ടങ്ങൾ വരാൻ പോകുന്നു, തനിക്ക് ഇനി 90 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എന്നുള്ള വലിയ വേട്ട അദ്ദേഹത്തിന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹം സ്വയം നടത്തിയാൽ മതി. എന്റെ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യമാണ്, എന്റെ കുടുംബപരമായ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യമാണ്, എല്ലാം സുതാര്യമാണ്. അങ്ങനെ സുതാര്യമായിട്ട് വേണം രാജേഷ് ഈ കാര്യങ്ങളൊക്കെ മറുപടി പറയാൻ. ഇത് നിയമക്കുരുക്കുണ്ട് എന്ന് പറയുന്നത് കേരള ഹൈക്കോടതിയെ വെല്ലുവിളിക്കാൻ തുല്യമാണ് രാജേഷ്. കേരള ഹൈക്കോടതിയിൽ പെൻഡിംഗ് ഉള്ള കേസാണ്, പൊതു താല്പര്യ ഹർജിയാണ്, ചീഫ് ജസ്റ്റിസ് പരിഗണിക്കുന്ന കേസാണ്. സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന റിപ്പോർട്ട് സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ പണിയാം എന്നതിനെ കുറിച്ചുള്ള പിന്നെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പെൻഡിങ്. അതായത് ഇതിന്റെ ഒരു നിയമക്കുരുക്കൂല. അതാണ് ഞാൻ പറഞ്ഞത്. ഏത് കേസാണ് എന്ന് രാജേഷ് പറയട്ടെ. പിന്നെ ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, ഈ പരാതി കേസ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാന്ന് എനിക്കറിയാലോ. അതുകൊണ്ടാണല്ലോ പെരാമം പോലീസ് സ്റ്റേഷൻ കൊടുത്തത്. പെരാമം പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു പരാതി കൊടുക്കുന്നത്, എന്റെ ഹോം പോലീസ് സ്റ്റേഷൻ കൊടുക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ നിയമപരമായ മാർഗം എനിക്കറിയാം, കേസ് രജിസ്റ്റർ ചെയ്യും. ഇപ്പൊ BNS അനുസരിച്ച് അവർക്ക് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ കറക്റ്റ് ആണല്ലോ. സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്തൊരു വിഷയമില്ലല്ലോ. പണ്ടൂടെ അത് കൊടുത്തിട്ട് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞല്ലോ. അത് ഫണ്ട് ബഡ്ജറ്റ് അലോക്കേഷൻ കിടക്കുന്നുണ്ടല്ലോ, 15 കോടി രൂപ. 1 രൂപ ചെലവായിട്ടില്ലേ? 2017 ബഡ്ജറ്റ് അലോക്കേഷൻ പിന്നെ ലൈഫ് മിഷൻ അർബൻ ഏരിയയിൽ പണിയാൻ വേണ്ടി കൊടുത്ത പണത്തിനകത്ത് ചെറൽപ്പറമ്പിൽ കൊടുത്ത 15 കോടി രൂപയിൽ 1 രൂപ ചെലവായിട്ടില്ല. പിന്നെ രാജേഷ് യാദവ് പറഞ്ഞു ഇത് പരാതി 2000 ഈ വിഷയം കഴിഞ്ഞ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 2020 നഗരസഭാ തെരഞ്ഞെടുപ്പ് ചെറൽപ്പറമ്പിലെ സ്ഥാനാർത്ഥിയായിട്ട് UDF സ്ഥാനാർത്ഥിയാണ്. 2025 ഇപ്പൊ നടന്ന തെരഞ്ഞെടുപ്പിലും അവിടെ UDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. ഇതിന്റെ യാഥാർത്ഥ്യം വടക്കാഞ്ചേരിക്കാർക്ക് അറിയാം. ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരൊക്കെ ഇങ്ങനെ പറയുമ്പോ കേരളത്തിന്റെ മറ്റു സ്ഥലത്ത് ആളുകൾക്ക് കൺഫ്യൂഷനാണ്. അതാണ് പുകമറ ഉണ്ടാക്കാൻ 2021 കഴിഞ്ഞു. 2025 2026 മറികടക്കും. അതിന്റെ വെപ്രാളാണ് രാജേഷിന്. ഞാൻ എന്റെ പഞ്ചായത്തിൽ ആരംഭിച്ച ആദ്യത്തെ ഫ്ലാറ്റ് ഇതാണ്. ഏത് അടാത്ത ഫ്ലാറ്റാണ്. ഈ പദ്ധതി കൊണ്ടുവന്ന ആൾ ഞാനാണ്. ഇത് പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്തം എന്റെയാണ്. അതുകൊണ്ടാണ് ഞാൻ പൊതു താല്പര്യ ഹർജി കൊടുത്തത്. ആ പൊതു താല്പര്യ ഹർജി 6 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അതിൽ അനുകൂലമായ മറുപടി കൊടുക്കുന്നതിന് വരെ പുറത്ത് സ്റ്റേറ്റ്മെന്റ് ഇവർ പറയാൻ. അപ്പൊ അതിനകത്ത് 2-3 തവണ താക്കീത് നൽകിയതാണ്. ഇപ്പൊ ചീഫ് ജസ്റ്റിസിന്റെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് ചെറിയ കേസ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അതിന്റെ അനുമതി കിട്ടേണ്ട സമയം കഴിഞ്ഞു, പണിയേണ്ട സമയം കഴിഞ്ഞു.
അതാണ് ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഏറ്റവും സന്തോഷമുള്ളതും ഇഷ്ടപ്പെടുന്നതുമായ ചോദ്യവും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഈ കേരളത്തിൽ എവിടെ നിന്ന് മത്സരിച്ചാലും ജയിക്കും എന്ന് എല്ലാ മാധ്യമ പ്രവർത്തകരും പറയുന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അത് ഞാൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ എന്റെ ഒരു വിഷയം ഞാൻ 2021 പറഞ്ഞു. ഞാൻ വടക്കാഞ്ചേരിയിൽ തോറ്റപ്പോ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, എന്റെ പരാജയം എനിക്ക് വ്യക്തമായി മനസ്സിലാക്കി. അത് എനിക്ക് തിരുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഞാൻ അടാട്ടേക്ക് തിരിച്ചു നടക്കുകയാണ്. അടാട്ട് അടുത്ത തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പിടിക്കണം. അവിടെ മത്സരിക്കണമോ എന്നുള്ളതല്ല എന്റെ പ്രധാനപ്പെട്ട വിഷയം, അടാട്ട് പിടിക്കുക എന്നുള്ളതാണ്. ആ പിടിക്കാൻ വേണ്ടി ഞാൻ എന്റെ ശ്രമങ്ങൾ നടത്തി. ഒരു പക്ഷേ ഞാൻ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ പഞ്ചായത്ത് ചെറിയ കൺഫ്യൂഷൻ വന്നപ്പോൾ മത്സരിച്ചാൽ 100% പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന നിശ്ചയദാർഢ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നേതൃത്വവുമായ ചർച്ച നടത്തി അവരുടെ കൂടി അനുമതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പഞ്ചായത്ത് ഭരണം എനിക്ക് കിട്ടി. UDF ലഭിച്ചു. UDF ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുത്തത് 5 വർഷത്തേക്കാണ്. എന്റെ പഞ്ചായത്ത് മെമ്പർ സ്ഥാനവും 5 വർഷത്തേക്കാണ്. എനിക്ക് എന്റെ പാർട്ടി എന്നത് ഏൽപ്പിക്കുമ്പോൾ എന്നോട് പറഞ്ഞ ഉത്തരവാദിത്തങ്ങളുണ്ട്. കേരളത്തിലെ പഞ്ചായത്ത് സംവിധാനം, ത്രിതല പഞ്ചായത്ത് സംവിധാനം 2010-15 കാലഘട്ടത്തിന് ശേഷം UDF LDF ഗവൺമെന്റുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട കാലഘട്ടം ഉണ്ടായിരുന്നു. CC ശിവകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു കാലഘട്ടം ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. നിങ്ങളും ഒന്ന് പരിശോധിച്ചാൽ നോക്കിയാൽ കാണാം. 2010 തുടങ്ങിയ അല്ലെങ്കിൽ 2015 അവസാനിക്കുന്ന ആ കാലഘട്ടം 95 മുതൽ അല്ലെങ്കിൽ ജനകീയ ആസൂത്രണം ആരംഭിച്ച 97 ശേഷം 2015 കഴിഞ്ഞ് 2025 വരെ എത്തി നിൽക്കുമ്പോൾ ഈ 2015 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകളുടെ ത്രിതല പഞ്ചായത്തുകളുടെ സുവർണ്ണ കാലഘട്ടമായിരുന്നു. 2015 മുതൽ 2025 വരെയുള്ള പഞ്ചായത്തുകളുടെ കാലഘട്ടം സുവർണ്ണ കാലഘട്ടമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. 15 ശേഷം ഡീസെൻട്രലൈസേഷന് പകരം അധികാര വികേന്ദ്രീകരണത്തിന് പകരം അധികാര കേന്ദ്രീകരണ രീതിയിലേക്ക് പോയി. അതാണ് ഈ പറഞ്ഞ പല പദ്ധതി. ഇപ്പൊ ഞാനിപ്പോ പഞ്ചായത്ത് ഓഫീസിൽ തിരിയാൻ പറ്റില്ല. ഒരു 10-16 പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകളാണ്. അപ്പൊ അവര് മാലിന്യ സംസ്കരണം, ഹെൽത്ത്, അങ്ങനെ വിജ്ഞാന കേരളം, അങ്ങനെ നിറയെ പദ്ധതികളാണ്. 10-15 സ്റ്റാഫുകൾ ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷെ നോക്കുമ്പോൾ ജനങ്ങളുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇതുമായി ബന്ധപ്പെട്ടില്ല. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം. എന്റെ പഞ്ചായത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ വീടുകളുള്ള ഒരു പഞ്ചായത്താണ്. വലിയ ടാക്സ് നൽകുന്ന വീടുകളുണ്ട്. ശോഭാ സിറ്റിയിലെ കല്യാൺ സിൽക്സിന്റെ വീടാണെങ്കിലും ജോയി ആൽക്കാസിന്റെ വീടാണെങ്കിലും ഒക്കെ അടാട്ട് പഞ്ചായത്തിൽപ്പെട്ട വീടുകളാണ്. അവരുടെ ടാക്സ് എന്ന് പറയുന്നത് 1 ലക്ഷത്തിന്റെ മുകളിലാണ്. ആ 1 ലക്ഷത്തിന് മുകളിൽ ടാക്സ് ഉള്ള ഒരു വീട്ടിൽ നിന്നും ഹരിതകർമ്മസേന വാങ്ങുന്ന യൂസർ ഫീ 600 രൂപയാണ്. എന്റെ പഞ്ചായത്തിലെ 1000 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള EMS പാർപ്പിട പദ്ധതിയിൽ പലത് വീട്ടിലെ ആളുടെ കയ്യിൽ നിന്നും വാങ്ങുന്നത് ഈ പറഞ്ഞ 600 രൂപയാണ്. കല്യാൺ ജ്വല്ലറിയുടെ ഉടമ കല്യാണാമന്റെ വീട്ടിൽ നിന്നും വാങ്ങുന്ന പണം 600 രൂപയും EMS പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി പണിത വീട്ടിൽ താമസിക്കുന്ന ആളുടെ കയ്യിൽ നിന്നും വാങ്ങുന്നത് 600 രൂപയാണ്. എന്ന് വെച്ചാൽ ഇത് ഒരു കേരളത്തിലെ പഞ്ചായത്ത് സിസ്റ്റം ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് ആണ് ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായിട്ട് മാറി. വേറെ ഒരു വിഷയവും ആളുകളെ സംബന്ധിച്ചോളം ഇല്ല. EMSന്റെ കാലത്ത് ആരംഭിച്ച ജനകീയാസൂത്രണ പദ്ധതിയുടെ പൂർണ്ണമായ അന്തസത്ത പോയൊരു കാലഘട്ടമാണ്. അപ്പൊ അത് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടന എന്ന് പറയുന്ന AICC അതിന്റെ കേന്ദ്ര ഞാനായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അതിനകത്തൊരു സങ്കല്പം ഉണ്ടായിരുന്നു. ആ സങ്കല്പം പൂർണ്ണമായി മാറി. അപ്പൊ രാഹുൽ ഗാന്ധി കേരളത്തിലാണ് പഞ്ചായത്തുകൾ പഠിക്കാൻ വന്നത്. അപ്പൊ ഗ്രാമസ്വരാജിന്റെ മാതൃകയിലുള്ള രാജീവ് ഗാന്ധിയുടെ സ്വപ്നത്തിലുള്ള ഗ്രാമസ്വരാജിലേക്ക് കേരളത്തിലെ പഞ്ചായത്തുകൾ കൊണ്ടുപോകേണ്ടതായിട്ട് വലിയ ചുമതല. ആ ചുമതല സ്വാഭാവികമായി UDF കേരളത്തിൽ അധികാരത്തിൽ വരും. കേരളത്തിലെ പഞ്ചായത്തുകൾ കൂടുതൽ UDFന് അനുകൂലമായി വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷനെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഒരു കാലഘട്ടമാണ്. എന്റെ മുന്നിൽ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം അതാണ്. കേരളത്തിലെ പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു വലിയ ദൗത്യം പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിലും അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിലും നിർവഹിക്കുക എന്നുള്ളതാണ്. അത് മാത്രമാണ് ഇപ്പൊ എന്റെ മുന്നിലുള്ളത്. നടരാജ് ചോദിച്ച ചോദ്യം 2026 ഏറ്റവും സന്തോഷകരമായ ചോദ്യമാണ്. അതിനുള്ള സന്തോഷവും ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, എന്റെ മുന്നിലുള്ള ദൗത്യം. എന്നെ നിങ്ങൾ മറ്റു നേതാക്കന്മാരെ പോലെ കാണരുത്. എന്റെ അങ്ങനത്തെ ഒരു മറുപടി കിട്ടില്ല. അത് വേറെ താല്പര്യത്തിന്റെ ഭാഗമായിട്ടുള്ള മറുപടി അങ്ങനെയല്ല. എന്റെ ഇഷ്ടപ്പെട്ട വിഷയം, എന്റെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്. ഞാൻ തൃശ്ശൂർ പ്രസ് ക്ലബിലേക്ക് വരുന്നതും അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടാണ്, അല്ലെങ്കിൽ അടാട്ട് പഞ്ചായത്തിലെ അഴിമതികൾക്കെതിരെ പ്രതികരിക്കാമെന്ന ആളാണ്. ഇപ്പൊ ഞാൻ എന്റെ ഒരു ഇഷ്ടപ്പെട്ട വിഷയത്തിനകത്ത് ഞാൻ ആർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ നിങ്ങൾ മറ്റു സ്ഥലത്തേക്ക് എന്നെ ചിന്തിക്കണ്ട.